السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. കള്ള് മനുഷ്യൻ്റെ ബുദ്ധി നശിപ്പിക്കുന്നത് പോലെ തന്നെ സംഗീതം, മ്യൂസിക് മനുഷ്യൻ്റെ ബുദ്ധി നശിപ്പിക്കുമെന്നാണ് ഖുതുബയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ഇപ്പം 4-5 ദിവസം മുമ്പ് തമിഴ്നാട്ടിലെ വെല്ലൂരിനടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 പെൺകുട്ടികളെ പോലീസുകാർ കണ്ടെത്തി. ശരിക്കും ആ പെൺകുട്ടികൾ വെറും 13 വയസ്സുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 പെൺകുട്ടികൾ വീട്ടുകാരൊന്നും അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എവിടേക്ക്? ദക്ഷിണ കൊറിയയിലേക്ക്. നിങ്ങൾ പത്രത്തിലെല്ലാം വായിച്ചിട്ടുണ്ടാകും, പെൺകുട്ടികളുടെ CCTV ഫുട്ടേജ് അടക്കം വന്നിരുന്നു. എന്തിനാണിപ്പോൾ ദക്ഷിണ കൊറിയയിലേക്ക് പോകുന്നു? അവരുടെ ആരാധന പാത്രങ്ങളായ BTS ബ്രാൻഡിനെ കാണാൻ വേണ്ടി. BTS ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ലോകത്തെമ്പാടും കോടിക്കണക്കിന് ആരാധകരുള്ള ഒരു സംഗീത മ്യൂസിക് ബ്രാൻഡാണ് ദക്ഷിണ കൊറിയയിലെ BTS ബ്രാൻഡ്. അതിൻ്റെ ആരാധകർ, ഫാൻസ് BTS ആർമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഈ പാട്ടുപാടുന്ന പയ്യന്മാരുടെ ആരാധന മൂത്ത് ഈ പെൺകുട്ടികൾ അവരെ കാണാൻ വേണ്ടിയിട്ട് വീട് വിട്ടിറങ്ങി. ആകെ കയ്യിലുണ്ടായിരുന്നത് 14,000 ഉറുപ്പികയാണ്. 14,000 ഉറുപ്പിക വെച്ചിട്ട് എങ്ങനെയാണ് പിന്നെ ദക്ഷിണ കൊറിയയിലേക്ക് എത്തുന്നത്? പാസ്പോർട്ടും ഇല്ല. അപ്പോൾ ഇതൊന്നും ചിന്തിക്കാതെ ഈ പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങി. അവസാനം 2 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്തപ്പോഴത്തേക്കും 4,000 ഉറുപ്പിക തീർന്നു. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് പോലീസുകാർ പെൺകുട്ടികളെ കണ്ടെത്തുന്നത്. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ ഈ പെൺകുട്ടികൾ കരയുന്നു പോലും, അവർ ചെയ്തു കൂട്ടിയ അബദ്ധത്തെപ്പറ്റി ഓർത്തിട്ട്. അപ്പോൾ ഇറങ്ങുമ്പോൾ എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾക്ക് ഈ ചിന്താഗതി വന്നില്ല? വെറും 14,000 ഉറുപ്പിക വെച്ചിട്ട് ദക്ഷിണ കൊറിയയിലേക്ക് എത്താൻ പറ്റൂലാന്നോ, ഞങ്ങളെ കയ്യിൽ പാസ്പോർട്ട് ഇല്ലാന്നോ? അതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി, പക്വത ആ സമയത്തുണ്ടാവില്ല. കാരണം മ്യൂസിക് എന്ന് പറയുന്നത്, സംഗീതം എന്ന് പറയുന്നത്, അതിന് അഡിക്റ്റായി പോയിട്ടുണ്ടെങ്കിൽ ചിന്ത വർക്ക് ചെയ്യൂല, ബുദ്ധി വർക്ക് ചെയ്യൂല, മുന്നും പിന്നൊന്നും ആലോചിക്കാൻ കഴിയൂല. മഹാനായ ഇബ്നുൽ ഖയ്യിം ഇഗാസത്തുൽ ലഹ്ഫാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, മ്യൂസിക്കിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കള്ള് പോലെയാണ്. കള്ളും മ്യൂസിക്കും അൽ ഗിനാഉ വൽ ഖംറു ഫർസാ റിഹാനിൻ വറദിആ ലിബാൻ. മഹാനവറുകൾ അങ്ങനെയാണ് പ്രയോഗിച്ചത്. മ്യൂസിക്കും കള്ളും രണ്ടും ഒരു മാതാവിൻ്റെ മുലപ്പാലുകൊണ്ട് ജീവിക്കുന്ന 2 കുട്ടികളെ പോലെയാണ്. അല്ലെങ്കിൽ ഒരു കുതിരപ്പന്തയത്തിൽ പങ്കെടുക്കാൻ ഒരുക്കി വെക്കപ്പെട്ട 2 കുതിരകളെ പോലെയാണ്. അറബികൾ രണ്ടും സെയിമാണ്, തുല്യമാണ് എന്നതിന് ഉദാഹരണമായിട്ട് പറയുന്ന 2 പ്രയോഗങ്ങളാണ് ഫർസാ റിഹാനിൻ വറദിആ ലിബാൻ. ഒരു മാതാവിൽ നിന്ന് മുലയൂട്ടിക്കുന്ന 2 കുട്ടികളെപ്പോലെ, ഒരു കുതിരപ്പന്തയത്തിൽ മത്സരിക്കുന്ന 2 കുതിരകളെപ്പോലെ എന്ന് വെച്ചാൽ കള്ളും സംഗീതവും രണ്ടും മനുഷ്യൻ്റെ ബുദ്ധി മരവിപ്പിക്കുന്ന കാര്യത്തിൽ സെയിമാണ്. കള്ള് എത്രത്തോളം മനുഷ്യനെ ബുദ്ധിശക്തിയിൽ നിന്ന്, ചിന്താശക്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ സംഗീതം, മ്യൂസിക് മനുഷ്യനെ ബുദ്ധി മരവിപ്പിച്ച് അവൻ്റെ ചിന്താശേഷി നഷ്ടപ്പെടുത്തുമെന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് എന്നല്ല, ഇബ്നുൽ ഖയ്യിം തന്നെ അവരുടെ വേറെ ഒരു കിതാബുണ്ട്. അവരോടൊരു ചോദ്യം മ്യൂസിക്കുമായി ബന്ധപ്പെട്ടപ്പോൾ അതിന് മറുപടിയായിട്ട് എഴുതിയതാണ് അൽ കലാമു ഫി മസ്അലത്തി സമാ. അതിൽ പറയുന്ന മ്യൂസിക് എന്ന് പറയുന്നത് ചിലപ്പോൾ കള്ളിനേക്കാളും വലിയ ലഹരിയായി മാറും. എന്തുകൊണ്ട്? കാരണം കള്ളു കുടിച്ചവൻ രാത്രി കള്ളു കുടിച്ചതാണെങ്കിൽ സ്വബഹിയാവുമ്പോഴത്തേക്കും അവൻ്റെ സക്ർ തെളിഞ്ഞിട്ടുണ്ടാവും, അവൻ്റെ മസ്ത് തെളിഞ്ഞിട്ടുണ്ടാവും. രാത്രി കള്ളുടിക്കുന്ന ഒരു സുബഹിക്ക് സാധാ മനുഷ്യന്മാരെ പോലെ പണിക്കും മറ്റൊക്കെ പോകുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ട്? അവരുടെ മസ്ത് രാവിലെ ആവുമ്പോഴത്തേക്കും പിരിയുന്നുണ്ട്. പക്ഷേ ഒരാൾ മ്യൂസിക്കിന് അഡിക്റ്റായി പോയിട്ടുണ്ടെങ്കിൽ, സംഗീതത്തിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അവൻ കാലാകാലം ആ മസ്തിൽ തന്നെ ഉരുണ്ട് കളിക്കുകയാണ്. ഒരിക്കലും അവൻ്റെ മസ്ത് പിരിയുന്ന അവസ്ഥയല്ല. അതുകൊണ്ട് കള്ളിനേക്കാളും വലിയ ലഹരിയായി ചിലപ്പോൾ മ്യൂസിക് മാറിയേക്കാം എന്ന് ഇബ്നുൽ ഖയ്യിം തന്നെ വേറൊരു കിതാബിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ മക്കൾ, നമ്മുടെ ഭാവി തലമുറ മ്യൂസിക്കിന് അഡിക്റ്റായി പോകുന്നൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല.
അതിനാവശ്യമുള്ള എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. ചെറിയ കുട്ടികൾ കരയുമ്പോൾ, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ മ്യൂസിക്കുള്ള ഒരു പാട്ടും കുട്ടികളെ കയ്യിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ശ്രദ്ധയിൽ കുട്ടികൾ ഭക്ഷണം കഴിച്ചു എന്ന് വരും. അല്ലെങ്കിൽ ഉമ്മമാർക്ക് വീട്ടു ജോലിക്ക് തടസ്സം ഉണ്ടാകുമ്പോൾ കുട്ടികളെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അതിലങ്ങ് കുട്ടികൾ കെട്ടിമറിയുമ്പോൾ ഉമ്മമാർക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് അതിദുരന്തമാണ്. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹിബിനു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തൻ്റെ മകനെ ദർസിലേക്ക് പറഞ്ഞയച്ചു. ദർസിലേക്ക് പറഞ്ഞയച്ച സംഭവം മഹാനായ അല്ലാമ ഇബ്നു റജബിൽ ഹംബലി അവരുടെ നുസ്ഖത്തുൽ അസ്മാഇ ഫി കലാമി സമാ എന്ന് പറയുന്ന ഫി മസ്അലത്തി സമാ എന്ന് പറയുന്ന കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് രാജാവ് തൻ്റെ മകനെ മദ്രസയിലേക്ക്, ദർസിലേക്ക്, ഓത്തുപള്ളിയിലേക്ക് പറഞ്ഞയച്ചിട്ട് ഉസ്താദിനൊരു ലെറ്ററും എഴുതി, ഒരു കത്തും എഴുതി. ആ കത്തിൻ്റെ ആശയം എന്താ? ലിയകുൻ അവ്വലുമാ യഅതഖിദൂന മിൻ അദബിക ബുഗ്ദൽ മലാഹി. എൻ്റെ മോൻ നിങ്ങളുടെ അടുത്തേക്ക് ദർസ് പഠിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എൻ്റെ മോന് നിങ്ങൾ ആദ്യമായി പഠിപ്പിക്കേണ്ടത് മ്യൂസിക് അടക്കമുള്ള, സംഗീതം അടക്കമുള്ള ഇത്തരം ലഘുവുകൾ, ഇത്തരം വിനോദങ്ങൾ, അതിന് അഡിക്റ്റായി പോകുന്നതിൻ്റെ അതിദാരുണമായ ഭവിഷ്യത്തിനെ പറ്റിയാണ് ആദ്യമായി പഠിപ്പിക്കേണ്ടത്. ഫിഖ്ഹോ, മീസാനോ, സൊർഫോ, നഹ്വോ ഇതൊന്നുമല്ല. എൻ്റെ മോൻ ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവൻ എങ്ങാലും ഇത്തരം ലഹുവുകൾക്ക്, വിനോദങ്ങൾക്ക് അഡിക്റ്റായി പോയാൽ അതുകൊണ്ടുണ്ടാവുന്ന ഭാവി ദുരന്തത്തെ പറ്റിയാ. എന്നിട്ട് അവൻ്റെ മനസ്സിൽ ഇത്തരം വിനോദങ്ങളോടും ഇത്തരം സംഗീതങ്ങളോടും വലിയ വെറുപ്പ്, അതിനോടുള്ള അവഗണന അവൻ്റെ മനസ്സിൽ രൂഢമൂലമാകണം. അങ്ങനെ വിശ്വസിക്കണം, ഇതൊന്നും കൊള്ളാത്തതാണ്, ഇതൊന്നും ഒന്നിനും പറ്റാത്തതാണെന്ന് അവൻ വിശ്വസിക്കണം. എന്തുകൊണ്ട്? ബദ്ഉഹാമിന ശൈത്വാൻ, ഒരു കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ഇത്തരം സംഗീതങ്ങളോടുള്ള ആസക്തി ഇത് ഇട്ടുകൊടുക്കുന്നത് ശൈത്വാനാണ്. അത് കുട്ടികളോടൊന്നല്ല, ആരോടാണെങ്കിലും മനസ്സിലേക്ക് ഇതിൻ്റെ തുടക്കം ഇട്ടുകൊടുക്കുന്നവൻ പിശാച. അവസാനം അതിൻ്റെ പര്യവസാനമോ വാഖിബത്തുഹ. ഇങ്ങനെ വിനോദങ്ങൾക്ക്, അതേപോലെ തന്നെ മ്യൂസിക്കുകൾക്ക് ഒരുത്തൻ അടിമപ്പെട്ടു പോയാൽ അതിൻ്റെ പര്യവസാനം സുഖ്തുർ റഹ്മാൻ. പടച്ചോനോട് അങ്ങോട്ടും സ്നേഹം ഉണ്ടാവില്ല, പടച്ചോൻ ഇങ്ങോട്ടും സ്നേഹം ഉണ്ടാവില്ല. എന്നിട്ട് ഇബ്നു ഉമർ തങ്ങൾ പറയുന്നുണ്ട്, അബ്ദുല്ലാഹിബ്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് രാജാവ് പറയുന്നുണ്ട്, എന്താ, എനിക്ക് എൻ്റെ പൂർവ്വകാലക്കാരായ മഹാന്മാരിൽ നിന്ന് കിട്ടിയ വലിയ ഒരു അറിവാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ആ സംഭവം. എന്താണിത്? കുഞ്ഞുങ്ങളെ നമ്മൾ ഗാനമേളയിലും പാട്ടുകൾക്കൊക്കെ അടിമകളാക്കി എപ്പോഴും അവർ പാട്ട് കേൾക്കുന്ന നിലക്കാക്കി മാറ്റിയാലുള്ള ഭവിഷ്യത്ത് എന്താ? അത് യുംബിത്തുൻ നിഫാഖ ഫിൽ ഖൽബി കമാ യുംബിത്തുൻ നബ്ത അൽമാ. വെള്ളം സസ്യങ്ങളെ മുളപ്പിക്കുന്നത് പോലെ പാട്ടിനും ഗാനമേളക്കും റിയാലിറ്റി ഷോകൾക്കൊക്കെ അടിമപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അള്ളാഹുവിനെ പറ്റിയുള്ള, ഹബീബായ തങ്ങളെപ്പറ്റിയുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കാപട്യം മുളച്ചു വന്നും പിന്നെ അവർക്ക് അള്ള പറഞ്ഞു, റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു പുല്ല് വിലയായിരിക്കും. അത് കേൾക്കുകയില്ല, മെയിൻറ്റെയിൻ ചെയ്യില്ല. കാരണം അവർ വേറെ ലോകത്തെത്തിപ്പോയി. അതുകൊണ്ട് മഹാനായ ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു, ഞാൻ അവസാനിപ്പിക്കുന്നു, ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു കുഞ്ഞുങ്ങളെ പോറ്റുന്നിടത്ത് വളരെ പ്രത്യേകമായി പറഞ്ഞ ഒരു കാര്യമാണ്, ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് ഇത്തരം സംഗീതങ്ങൾക്കും മ്യൂസിക്കുകൾക്കും അഡിക്റ്റായി പോവാനുള്ള സാഹചര്യം രക്ഷിതാക്കൾ ഒരുക്കാൻ പാടില്ല. യജിബു അൻ യുഹ്ഫള മിനൽ അശ്ആരില്ലത്തി ഫീഹാ ദിക്റുൽ ഇശ്ഖി വഅഹ്ലി. പ്രണയത്തെപ്പറ്റിയും പ്രണയിക്കുന്നവരെ പറ്റിയൊക്കെ പരാമർശിക്കുന്ന കവിതകളും പാട്ടുകളും അതിൽ നിന്നെല്ലാം കഴിവിൻ്റെ പരമാവധി കുട്ടികളെ മാറ്റി നിർത്തൽ വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ട്? കാരണം അതെല്ലാം ഫഇന്നഹാ യഗ്രിസു ഫീ നുഫൂസി സിബിയാനി ബുറൂറൽ ഫസാദ്. എല്ലാ നാശത്തിൻ്റെയും വിത്തുകൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ മുളച്ചു പൊന്താനുള്ള കാരണമാണ്. ചെറുപ്പത്തിൽ തന്നെ അവർക്കിത്തരം മ്യൂസിക്കുകളും സംഗീതങ്ങളും കേൾക്കാനും പാടാനും സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഹറാമായ ലഹവുകളിൽ നിന്ന്, ഹറാമായ സംഗീതങ്ങളിൽ നിന്ന്, മ്യൂസിക്കുകളിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി വിദ്യാർത്ഥികളെയും കുട്ടികളെയും മക്കളെയൊക്കെ മാറ്റി നിർത്തണം. അതേസമയം അതേ ഇമാം ഖസാലി റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞതായിട്ട് തൂഫയുടെ ആശിയടക്കം എല്ലാ കിതാബിലും പറഞ്ഞതാണ്, അനുവദനീയമായ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ട്. അൽ ഗിനാഉ ഇൻ ഖസദ ബിഹി തർവീഹൽ ഖൽബി ഫഹുവ താഅ. ഇബാദത്തിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, അള്ളാഹുവിനെ പറ്റിയും ഹബീബായ തങ്ങളെപ്പറ്റിയും വർണ്ണിക്കുന്ന, ആഖിറത്തിന്റെ ചിന്ത നമുക്കുണ്ടാക്കിത്തരുന്ന എത്രയോ നല്ല നല്ല പാട്ടുകളുണ്ട്. അത് സൽക്കർമ്മങ്ങളിലേക്ക് മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെയുള്ള പാട്ടുകളാണെങ്കിൽ
ഫഹുവ ത്വാഅത്തുൻ, അത് പാടുന്നതും അതുണ്ടാക്കുന്നതും അത് കേൾക്കുന്നതും എല്ലാം ഇബാദത്തിന്റെ പരിധിയിൽ വരെ വരുമെന്ന് അതേ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എല്ലാ മുഹശ്ശീങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്ലാമിൽ പാട്ടില്ല, സംഗീതമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഹറാമായ, മനുഷ്യനെ ഉന്മാദത്തിലാക്കുന്ന, തുറബിലാക്കുന്ന ഇത്തരം പാട്ടുകൾ കുട്ടികളുടെ ബുദ്ധി മരവിപ്പിക്കും. അത്തരം കുട്ടികൾക്കൊരിക്കലും പഠനത്തിൽ മുന്നേറാൻ പറ്റില്ല. അവർക്ക് ഖുർആൻ പഠിക്കാൻ കഴിയൂല, അവർ മദ്രസയിൽ പറയുന്നത് പഠിക്കൂല, സ്കൂളിലും പഠിക്കൂല. കാരണം അവരെ ചിന്തകൾ എപ്പോഴും ഈ പാട്ടിനായി പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ലഹുകളിൽ നിന്നെല്ലാം കാത്ത് നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ.